ശേഷവും 129 തവണ ഈ ദിക്ർ പതിവാക്കി ചൊല്ലാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആ 2 സമയത്ത് ചൊല്ലണം. പിന്നെ മറ്റൊന്ന്, കൂടുതലായി കടമുള്ളവർ ഉണ്ടല്ലോ, ഒരുപാട് കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അവരും എല്ലാവർക്കും ചൊല്ലാം. യാ ഫാജൽ ഹമ്മി വയാ ഖാസിഫൽ അമ്മി. ടെൻഷൻ അകറ്റുന്നവനെ, ഹൃദയവേദന തീർക്കുന്നവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. ടെൻഷൻ അകറ്റുന്നവനെ, ഹൃദയവേദന തീർക്കുന്നവനെ. ഇത് സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച ശേഷം പ്രാർത്ഥിക്കുക. ഇത് ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മുടെ കടങ്ങളൊക്കെ അല്ലാഹു വീട്ടിത്തരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒന്ന്, യാ ഗനിയു യാ അല്ലാഹ്, അത് 129 തവണ മഗ്‌രിബിന് ശേഷവും സുബഹിക്ക് ശേഷവും പതിവാക്കി ചൊല്ലുക. അടുത്തത്, യാ ഫാജൽ ഹമ്മി വയാ ഖാസിഫൽ അമ്മി എന്ന ഈ ദിക്ർ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച ശേഷം ഈ പ്രാർത്ഥന പരമാവധി ചൊല്ലി ദുആ ചെയ്യുക. നമ്മളെക്കൊണ്ട് കഴിയുന്നത് എത്രയാണോ, ചുരുങ്ങിയത് 100 തവണ ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഉത്തരം നൽകാതിരിക്കില്ല. ഇതൊക്കെ കടങ്ങളൊക്കെ ഉണ്ടോ, അത് ചൊല്ലിയിട്ട് ഫലം കിട്ടുന്നില്ല എന്നാരും വിചാരിക്കണം. നമ്മുടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു ഖൈറിനെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര പെട്ടെന്ന് അവന് എളുപ്പമാക്കി തരും. ഇത് ചൊല്ലിയിട്ട് ഫലമില്ല എന്ന് കരുതി ആരും ചെല്ലാതിരിക്കരുത്. കാരണം നമുക്കൊക്കെ ഒരു ദിവസം അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട്. ആ കണക്കായ ദിവസം അള്ളാഹു നമുക്ക് തരാനുള്ളതൊക്കെ തരും. അത് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദിക്റുകളൊക്കെ നമ്മൾ ചൊല്ലാൻ പറയുന്നതും ചൊല്ലുന്നതും ഒക്കെ. അല്ലാതെ ഇത് ചൊല്ലുമ്പോൾ തന്നെ കടങ്ങട്ട്